ഈ പറയുന്ന കാര്യം പലരും വിശ്വസിച്ചേക്കാം, പക്ഷേ സിജോ ഫാൻസ് എന്തായാലും വിശ്വസിക്കാൻ പോകുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സിജോയുടെ അല്ലെങ്കിൽ സിജോ ഫാൻസിന് ഭയങ്കര വിഷമം തരുന്ന ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്. സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയെന്ന വാർത്ത 100% ഉറപ്പാണ്. ഷൂട്ടിംഗ് പോയിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള ന്യൂസ് ലഭിച്ചുള്ളത് 100% ഞാൻ കൺഫേംഡ് ആയിട്ട് അടിച്ചു പറയുകയാണ്, സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. അഥവാ ഇന്നത്തെ എപ്പിസോഡ് ഇന്നായിരിക്കില്ലെങ്കിൽ ഞായറാഴ്ച എപ്പിസോഡ് ആയിരിക്കും, ഇന്നോ നാളെ ആയിട്ട് സിജോ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പോയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചില്ല. നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിരിക്കും എന്ത് തെറി വേണമെങ്കിൽ വിളിച്ച് എനിക്കൊരു പുല്ലുമില്ല. അത്രയ്ക്ക് കോൺഫിഡൻസ് അല്ലെങ്കിൽ അത്രയ്ക്ക് ഗ്യാരണ്ടിയാണ് ഞാൻ തരുന്നത്. സിജോ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയ വാർത്ത 100% ഉറപ്പാണ്. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും വിശ്വസിക്കാണ്ട് സിജോ ഫാൻസിൽ ഒരുപാട് പേര് വന്നിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണ, വ്യൂസ് കിട്ടാൻ മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞ് പൂരം തെറി വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇതാണ് സത്യം. സത്യം നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ നമ്മുടെ സിജോ ബിഗ് ബോസിൽ നിന്ന് പുറത്തായിട്ടുണ്ട്, നോറയും പുറത്തായിട്ടുണ്ട്. സിജോന്റെ എവിക്ഷൻ ആണ് ഏറ്റവും അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. നമ്മളെല്ലാവരും ഇത്രയും ദിവസം ബിഗ് ബോസ് ഷോ കണ്ടിന്യൂ ചെയ്ത് പോയതിൽ അപ്സരയുടെ എവിക്ഷൻ ആണ് ഏറ്റവും മോശം അല്ലെങ്കിൽ ഏറ്റവും അൺഫെയർ ആയിട്ട് നടന്നിട്ടുള്ള ഒരു എവിക്ഷൻ എന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ തന്നെ കടത്തി വെട്ടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സിജോയുടെ എവിക്ഷൻ നടന്നിട്ടുള്ളത്. ഇത് ഒട്ടും ഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷനെ അല്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിങ്ങിൽ 3ാം സ്ഥാനം അല്ലെങ്കിൽ 4ാം സ്ഥാനമാണ് നമ്മുടെ സിജോയുടെ സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് സിജോനെ ഇറക്കി ഋഷിക്ക് പകരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിജോനെ എവിക്ട് ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അഭിഷേകിന് വോട്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സായ്, നന്ദന, പിന്നെ നമ്മുടെ സിജോ, ഇവര് 3 പേരും കൂടെ അഭിഷേകിന് വോട്ട് ചെയ്യാൻ വേണ്ടി പുറത്ത് ചോദിക്കും. ആ രീതിയിൽ അഭിഷേകിന് വോട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് നല്ല ടഫ് കോമ്പറ്റീഷൻ കൊടുക്കാൻ സാധിക്കും. അത് നമ്മുടെ ബിഗ് ബോസിന്റെ വോട്ടിംഗ് കൂടുകയും അതുപോലെ തന്നെ TRP കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ എന്റെ മോശം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഈ സീസൺ ഭയങ്കര റീച്ചുള്ള സീസൺ ആണെന്നൊക്കെ പ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല റീച്ച് കിട്ടുന്ന ഒരു പരിപാടി ആയിരിക്കുമല്ലോ നമ്മുടെ ബിഗ് ബോസ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മുടെ സിജോനെ അൺഫെയർ ആയിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. സിജോയുടെ എവിക്ഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് രേഖപ്പെടുത്തണം. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ നിങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പലവരും നെഗറ്റീവ് കമന്റ്സ് തന്നെയാണ് തരുവാന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ കുറച്ച് പേരെങ്കിലും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ മറക്കാൻ ബ്ലൂ ഹാർട്ട് നമ്മുടെ സിജോയ്ക്ക് വേണ്ടി കമന്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് എത്ര പേര് ഞാൻ പറഞ്ഞ വിശ്വസിച്ചെന്ന് അറിയാലോ. അല്ലെങ്കിൽ ഒരു പണി നിങ്ങൾ ലൈക്ക് അടിച്ചാലും മതി. എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് ഷൂട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ന്യൂസ് ഗ്യാദർ ചെയ്ത് എനിക്ക് കിട്ടിയോന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിനുവേണ്ടി മറക്കാണ്ട് ഒരു ചാനൽ സബ്സ്ക്രൈബും ഒരു ലൈക്കൊക്കെ അടിച്ചുകൂടെ പ്ലീസ്.